മക്കളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒത്തിരിയേറെ മക്കൾ അനുദിനം കൂടി വരുന്നതിനെ ഓർത്തുകൊണ്ട് നല്ല ദൈവത്തോട് നന്ദി പറയുകയാണ്. ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ യേശുവിൻ്റെ ആണിപ്പാടുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലഭിക്കാതെ പോയതിനെ ഓർത്ത് പരാതിപ്പെടേണ്ട. നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ജോലി, അപ്രതീക്ഷിതമായ നാശനഷ്ടങ്ങൾ, മനസ്സുമടുത്ത് മോഹങ്ങളും സ്വപ്നങ്ങളും തകർന്നു പോയവരോടായി ഇതാ കർത്താവിന്റെ വചനമാകുന്ന യേശു കടന്നു വരുന്നു. എഫെസസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമ്മുടെ സംശയം ഇതല്ലേ? എന്റെ ഇത്ര വലിയ ബലഹീനതയിൽ ഈശോ വരുമോ? എന്റെ ഇത്ര വലിയ രോഗ അവസ്ഥയിൽ ഈശോ എന്നിലേക്ക് വരുമോ? യേശു പറയുകയാണ്, നിന്നിൽ പ്രവർത്തിക്കാൻ, നിന്നിലൂടെ പ്രവർത്തിക്കാൻ കുഞ്ഞെ ഞാൻ കൊതിക്കുന്നുണ്ട്. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുകയാണ്. ദൈവവുമായുള്ള എല്ലാ സാധ്യതകളെയും ഉണർത്തുന്ന അനന്ത ശക്തിയാണ് ദൈവ മനുഷ്യ ബന്ധം. ഈ ബന്ധം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ അവൻ അനുഗ്രഹത്തിന്റെ അഭിഷേകമായി മാറും. അറിവുള്ളവനും കഴിവുള്ളവനും ശക്തനുമായവനും സ്നേഹമുള്ളവനുമായ ഒരാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് എത്രയോ നല്ലതാണ്. എപ്പോഴും ദൈവത്തിന്റെ കൂടെ ഒരു കൂട്ടുകാരനായി മാറുക. കൈകളിൽ ഒന്നുമില്ലെങ്കിലും ഹൃദയത്തിൽ ദൈവമുണ്ട് എങ്കിൽ ജീവിതം വിജയപ്രദമായി മാറും. വിവിധങ്ങളായ ആശുപത്രിയിൽ കിടക്കുന്ന എല്ലാ ഹൃദയരോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര്, ഡൗൺ സിൻഡ്രോം ഉള്ളവര്, മരണവുമായി കാത്തുകിടക്കുന്നവര്, ഇപ്രകാരമുള്ളവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, പരീക്ഷയ്ക്ക് ഭയമുള്ളവര്, പഠിച്ചൊന്നും ഓർമ്മയില്ലാത്തവര്, ഇപ്രകാരമുള്ള എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, സഹപ്രവർത്തകരെ, ക്രിസ്തു നമ്മിൽ പ്രകാശിക്കട്ടെ. ദൈവ സ്വഭാവം ഓരോ നിമിഷവും ഓരോ ദിവസവും വചനത്തിലൂടെ പൂത്തുപുഷ്പിക്കട്ടെ. സ്വപ്നം എന്ന വിത്തിൽ നിന്നാണ് പരിശ്രമം എന്ന ചെടി ഉണ്ടാകുക. പരിശ്രമം എന്ന ചെടിയിൽ നിന്നാണ് വിരിയുന്ന ഓരോ പൂവാണ് വിജയം. മകളെ, പഠനത്തിലും കുടുംബത്തിലും വ്യാപാരത്തിലും കൃഷിയിലും ജീവിതം മുഴുവനിലും ദൈവകൃപ അഭിഷേകമായി ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോ മക്കളിലും ഒന്ന് നിറയട്ടെ എന്ന് ഈശോയോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, സകല മോക്ഷവാസിയോട് ചേർന്ന് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷയോടും ഇത് ഷെയർ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന മലയാളികളോടും തമിഴ് മക്കളോടും സഹനപ്പൂക്കളോടും എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.